നമസ്കാരം. പുതുതായി തുടങ്ങിയ ബിഗ് ടി വിയെ നാട്ടുകാരെല്ലാം കൂടി കണ്ടം വഴി ഓടിക്കുന്നതിൻ്റെ ഒരു ദൃശ്യം വന്നിട്ടുണ്ട്. കണ്ണൂരിന് സമീപം കീഴ്പള്ളിയിൽ ബിഗ് ടി വി ഒരു ഷോയ്ക്ക് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷം നാട്ടുകാരങ്ങോട്ട് ഇറങ്ങി നിന്നിട്ട് ഈ ഷോ ഇവിടെ നടത്താൻ പറ്റില്ല. കാര്യം ഒട്ടും സൗകര്യമില്ലാത്ത ഒരിടത്ത് ഇവർ ഒരു ഷോ സംഘടിപ്പിക്കുകയാണ്. സ്വാഭാവികമായിട്ട് ഒരു ഷോ സംഘടിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ചാനലുകൾ വരുന്നു എന്നറിയുമ്പോൾ അവിടെ എന്തുണ്ടാകും? വലിയ ക്രൗഡ് ഉണ്ടാകും. ആ ദൃശ്യത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാം എത്ര സ്പേസ് ഉണ്ട്, ചുറ്റാകെ കടകളുണ്ട്. ആ മാർക്കറ്റാണെന്ന് തോന്നുന്നു. ആ പ്രദേശത്തെ ഒരു കുഞ്ഞ് സ്പേസിൽ കൊണ്ടുവന്നിട്ട് 2 മണിക്കൂർ പരിപാടി, 5 മണി മുതൽ 7 മണി വരെ ഒരാൾക്കൂട്ടം ഉണ്ടായി കഴിയുമോ? പൊതുവെ ഇങ്ങനെ ഈ പരസ്യ സംവാദങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ടാകാറുണ്ട്? പലപ്പോഴും തമ്മിത്തല്ലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച് കഴിയുമ്പോൾ അവിടെ ഈ വ്യാപാരികൾ കടയും തുറന്നു വെച്ചുകൊണ്ടിരിക്കും. അതിന്റെ ചുറ്റാകെ ഒരു കൂട്ടം ജനസഞ്ചയം ഉണ്ടായ എന്തുണ്ടാകും? അവരുടെ കച്ചവടം അലങ്കോലമാകും. സ്വാഭാവികമല്ലേ? അപ്പോൾ നാട്ടുകാർ പറഞ്ഞു, നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചെറിയ സ്പേസ്, ബിഗ് ടി വി അല്ലേ, നിങ്ങൾ എന്തിനാണ് ഈ സ്മോൾ സ്പേസിലേക്ക് വന്നത്? നിങ്ങളുടെ പരിപാടികളൊക്കെ ഈ ചെറിയ കവലകളിലല്ല വലിയ ഏതെങ്കിലും സ്പേസിൽ കൊണ്ടുപോയി നടത്തൂ എന്ന ന്യായമായിട്ടുള്ള ആവശ്യം പറഞ്ഞുകൊണ്ട് അവർ തടഞ്ഞു. കുറ്റം പറയാൻ പറ്റില്ല. ഞങ്ങളുടെ ഷോ ആളെ കൂട്ടാനായിട്ട് എളുപ്പമെന്ന് പറഞ്ഞാൽ 4 ആൾ കൂടുന്നിടത്ത് ഒരു ചെറിയ സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ 4 ക്യാമറയും 4 പോഡിയവും വെച്ച് അങ്ങ് നടത്തുക എന്നല്ലല്ലോ. ഒരു പ്രായോഗിക ചിന്തയൊക്കെ വേണ്ടേ? ഈ ബിഗ് എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും വേണം. അതിന്റെ കാഴ്ചയുടെ കാര്യത്തിൽ വേണം, മനസ്സിന്റെ കാര്യത്തിൽ, ചിന്താഗതിയുടെ കാര്യത്തിലൊക്കെ ബിഗ് വേണം. ഇത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സ്മോളും, ചാനലിന്റെ പേര് മാത്രം ബിഗ് എന്ന് കൊടുത്തിരിക്കുന്നു എന്നൊരു അവസ്ഥ അതിലുണ്ട് എന്ന് തോന്നുകയാണ്. എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ നിന്നൊരു യൂട്യൂബർ കൊടുത്ത ഒരു വീഡിയോ കാണാനിടയായി. അതിലെ ഒരു ചെറിയ പ്രതികരണം കൂടി നിങ്ങൾ കാണും. എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തതിന് ശേഷം ഈ കച്ചവടക്കാർ അതിനുശേഷമാണ് അപകടം മനസ്സിലാക്കിയത്. 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഷോയിൽ ആൾക്കൂട്ടം ഉണ്ടായി കഴിയുമ്പോൾ കടകൾ ഉൾപ്പെടെയുള്ളവ തുറന്നു വച്ചിരിക്കുന്നത് ഈ ആൾക്കാരുടെ തിരക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നാശനഷ്ടം ഉണ്ടാകാൻ സാധ്യത കച്ചവടക്കാർക്കാണ്. അവർ എതിർത്തതിന് ശേഷം എടുത്തുകൊണ്ട് പോയി നിങ്ങളുടെ പരിപാടി. കാര്യം ചാനലുകളെയൊക്കെ സംബന്ധിക്കുന്നിടത്തോളം നാട്ടുകാർ പണ്ട് വലിയ ആരാധനയോടെ ആണെങ്കിൽ എടുത്തുകൊണ്ട് പോണേ നിന്റെയൊക്കെ ചാനൽ എന്ന രീതിയിലേക്ക് അതിൻ്റെ വാല്യൂ നഷ്ടപ്പെട്ടു എന്നതിൻ്റെ തെളിവാണ് ആ ദൃശ്യമെന്ന് പറയേണ്ടി വരികയാണ്. കൂട്ടുകാരെ, ബിഗ് ടി വിയെ തടഞ്ഞു. കാര്യം എന്താണെന്ന് നോക്കിയാലോ. ഇത് ഞങ്ങളുടെ സ്വന്തം നാടായ കീഴ്പള്ളിയിൽ പുതിയതായി വന്ന ചാനൽ ബിഗ് ടി വിയുടെ ഒരു സംവാദ പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ ആറള ഫാമിലെ പ്രശ്നങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയൊക്കെ വെച്ചിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. പക്ഷേ സ്ഥല പരിമിതി ഇല്ലാത്ത ഒരു സ്ഥലത്താണ് കേട്ടോ അവർ ഈ പരിപാടി സംഘടിപ്പിച്ചത്. ചുറ്റും കടക്കാരും എല്ലാം ഉണ്ട്. വൈകുന്നേരം 5 മുതൽ 7 മണി വരെയുള്ള പരിപാടിയാണ് അവർ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തൊട്ടടുത്തുള്ള കടക്കാരൊക്കെ എതിർപ്പ് അറിയിച്ചു. അങ്ങനെ അവർ പരിപാടി വേണ്ടെന്ന് വെച്ചിട്ട് എല്ലാം മടക്കി കെട്ടിവെക്കുന്ന കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. എല്ലാം സെറ്റ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ മൈക്കിൻ്റെയും മറ്റ് ക്യാമറയും എല്ലാം സെറ്റ് ചെയ്തു, എല്ലാം ഒരുക്കി, എല്ലാം റെഡിയായി കഴിഞ്ഞപ്പോഴത്താണ് പരിപാടി അടുത്തുള്ള കടക്കാരത് പറ്റില്ല, ഞങ്ങളുടെ കടയിലേക്ക് ആളുകൾ വരുന്നതിന് ബുദ്ധിമുട്ടാവും, വഴിയില്ലാത്തൊരു സാഹചര്യം എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം ഇപ്പോൾ മടക്കി കെട്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ കടക്കാർ പറഞ്ഞതിൽ ചെറിയ കാര്യമുണ്ട് കേട്ടോ. കാരണം വൈകുന്നേരം ഏറ്റവും കച്ചവടം നടക്കുന്ന സമയത്ത് ഇങ്ങനൊരു പരിപാടി ഈ ഇടയില്ലാത്തടത്ത് നടക്കുന്നതിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അപർണക്കുറുപ്പിനെയൊക്കെ കാണാൻ കേട്ടോ ബിഗ് ടി വിയിലെ അവതാരിക. അപ്പോൾ ഏതായാലും പരിപാടി ഇന്നത്തേക്ക് മുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ.